അങ്ങനെ ഒരു വിഷയം അവർക്ക് കിട്ടിയാൽ അവർ വോട്ട് രാഷ്ട്രീയം കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ അജയ് തറയിൽ. കളിച്ചുകൊള്ളട്ടെ, അത് തെറ്റായി അല്ല. എന്റെ ചോദ്യം നമുക്കിത് സമ്മപ്പിക്കാം. ഒന്ന്, ഇതിൽ തെറ്റായ ഒന്നുമില്ല എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? എന്റെ ഒന്നാമത്തെ ചോദ്യം. ഇതൊരു ആവിഷ്കാരമാണ് കേസ്. ഈ സുധാകരന്റെ പ്രസ്താവനയോ പ്രസംഗമോ അല്ല, ഒരു വീഡിയോ ഫിലിം, ഒരു സ്കിറ്റ്, അത് ഒരു ആവിഷ്കാരം. അത് ചില കാര്യങ്ങളിൽ സ്ഥിരമായി പോകാൻ. ഞാൻ പറയുന്നത് ഒരു കവിത, അയ്യപ്പ സ്വാമിയെ കുറിച്ചൊരു കവിത വന്നു ഇവിടെ. അല്ലെന്ന് ശ്രീ അജയ് തറയിൽ ഒന്നും മനസ്സിലാക്കാത്ത പോലെ ദയവായി പ്രതികരിക്കല്ലേ. താങ്കൾ പറയുന്നു ഇതൊരു ആവിഷ്കാരം. ഇല്ല, ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അയ്യപ്പ സ്വാമിയെ കുറിച്ച് വളരെ മോശമായി ഒരു കവിത ഉണ്ടാക്കിയപ്പോൾ ആ കവിതയെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് ശ്രീ രാജേഷിനെ പോലെ ഉള്ള ആളുകൾ എന്റെ ചോദ്യം ഇതാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിന്ന് പരമാവധി ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് തന്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് ആ വിഷയത്തിൽ ഒതുങ്ങിയല്ലേ പറ്റൂ. എന്റെ ചോദ്യം, ഇതൊരു ആവിഷ്കാരമാണ്, ഇതൊരു വീഡിയോ ഫിലിമാണ്, അത് കോൺഗ്രസ്സുകാരനല്ല, പുറത്ത് മറ്റൊരു ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കിപ്പിച്ചതാണ്, ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കെ സുധാകരൻ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് വോട്ട് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ എന്നുള്ള നിലയിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം താങ്കൾക്ക് അത് കേൾക്കാൻ പോലും ആഗ്രഹമില്ല. ഇല്ല, പോസ്റ്റ് വിഡ്രോ ചെയ്തിട്ടില്ല. ഇതുവരെ പോസ്റ്റ് വിഡ്രോ ചെയ്തിട്ടില്ല. സുധാകരന്റെ ഫേസ്ബുക്കിൽ നിന്നും ആ പോസ്റ്റ് അദ്ദേഹം വിഡ്രോ ചെയ്തു. അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ വാർത്താലേഖകരെ കണ്ടപ്പോൾ. സുധാകരന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം നിങ്ങൾ ഒരു കാര്യമില്ല, എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കണ്ടേ? നടക്കാത്തൊരവസ്ഥയിലേക്കാണ് രാജ്യം പോകാൻ പോകുന്നത്. ഇതുപോലെ ശ്രീ അജയ് തറയിൽ ഇപ്പോ സുധാകരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഇപ്പൊ എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അത് മാറ്റിയിട്ടില്ല എന്നാണ്. ഇപ്പോഴും താങ്കൾക്ക് അത് ഫേസ്ബുക്ക് പേജിൽ കാണാം. അജയ് തറയിൽ മറുപടി. അപ്പൊ ഞാൻ പറയുന്നു, അതുകൊണ്ട് ഖേദം രേഖപ്പെടുത്തുന്നതൊക്കെ അദ്ദേഹത്തിന്റെ അല്പം മുമ്പ് അജയ് തറയിൽ പറഞ്ഞത് ഫേസ്ബുക്ക് പേജിൽ നിന്നത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാന് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കാര്യമാണ് പോസ്റ്റിൽ നീക്കം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോ വേറെ വാട്സാപ്പിലൂടെ ലിങ്ക് ആയിട്ട് അയച്ചു തന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അതുകൊണ്ട് ഫേസ്ബുക്ക് അല്ല, ഫേസ്ബുക്ക് പേജിൽ നിന്ന് നീക്കം ചെയ്യേണ്ട വാർത്തയാണെന്ന് താങ്കൾക്ക് തോന്നിയല്ലോ, അങ്ങനെ ഒരു കലാരൂപമാണെന്ന് താങ്കൾക്ക് തോന്നിയല്ലോ. നീക്കം ചെയ്തിട്ടില്ല, അപ്പൊ നീക്കം ചെയ്യണമോ? അല്ല, അത് ഒരു ശരിയോ തെറ്റോ അല്ലല്ലോ. ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ വിവാദം ഉണ്ടാക്കേണ്ട, ദാറ്റ് ഇസ് പോയിന്റ്. അല്ലാതെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിനെ ഒരു ആവിഷ്കാരമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിലൊരു ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യവുമില്ല. ഇതൊരു ആവിഷ്കാരമായിട്ട് മാത്രമേ നമുക്ക് അജയ് തറയിൽ ഇത് ഖേദം പ്രകടിപ്പിക്കേണ്ട വിഷയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. യെസ് ഓർ നോ എന്നാണ് എന്റെ വിഷയമല്ല എന്നാണ് എന്റെ ഒരു വളരെ നന്ദി ശ്രീ അജയ് തറയിൽ ആ നിലപാട് പറഞ്ഞതിന്. ഏറ്റവും